ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഒരു സർക്കാരിന് ഏൽക്കാവുന്ന ഏറ്റവും വലിയ തട്ടുകേട് തന്നെയാണ്. വിശ്വാസികളുടെ ക്ഷേത്രവും പരിപാവനവുമായിട്ടുള്ള ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തുന്നതിന് ശ്രമിച്ച 1 മുതൽ 6 വരെയുള്ള സഖാക്കന്മാരടക്കം ജയിലിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ജയിലിലേക്ക് പോകുമ്പോൾ അവസാനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ തിരുവിതാംകൂറിന്റെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലായപ്പോൾ രാഹുൽ ഈശ്വർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന പോലെ ശബരിമലയിലെ പ്രക്ഷോഭം തുടങ്ങാൻ തന്നെയും തന്റെ മുത്തശ്ശിയെയും അമ്മയും ഒക്കെ ശബരിമലയിൽ എത്താൻ സഹായിച്ചതടക്കം ഈ പത്മകുമാർ ആണ് എന്നാണ് രാഹുൽ പറയുന്നത്. ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായിയെ, മറുവശത്ത് ഞങ്ങൾ വിശ്വാസികളെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ച സഖാവായിരുന്നു പത്മകുമാർ എന്നാണ് രാഹുൽ പറയുന്നത്. ഇങ്ങനെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അറസ്റ്റിലായതിൽ വിഷമമുണ്ട് എന്നുകൂടി രാഹുൽ ഈശ്വർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു വെക്കുന്നുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഇങ്ങനെയാണ്: ശബരിമല പ്രക്ഷോഭത്തിൽ ആദ്യ അറസ്റ്റ് എൻ്റെ 82 വയസ്സുള്ള മുത്തശ്ശി ദേവകി അന്തർജനത്തിൻ്റെതാണ്. അത് അയ്യപ്പന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നുവെങ്കിൽ ഇന്ന് അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്തതിനാണ് പത്മകുമാർ സാറിനെ അറസ്റ്റ് ചെയ്തത്. മനസ്സു നീറുന്ന വിഷമമാണ് പത്മകുമാർ സാറിന്റെ അറസ്റ്റ് വാർത്ത കേൾക്കുമ്പോൾ. അദ്ദേഹത്തിന്റെ ശമ്പളം ശബരിമല പ്രക്ഷോഭത്തെ സഹായിക്കാൻ തരാമെന്ന് പറഞ്ഞ ശബരിമല വിധി വന്നപ്പോൾ കണ്ണീരണിഞ്ഞ ഒരു മനുഷ്യൻ. ഒരു വശത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായിയെ, മറുവശത്ത് ഞങ്ങൾ വിശ്വാസികളെ ഒക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ച ഒരു സഖാവ് ഇങ്ങനെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അറസ്റ്റിലായതിൽ വിഷമമാണ് എന്ന് രാഹുൽ എഴുതുന്നു. ആദ്യ ദിനം പ്രക്ഷോഭം തുടങ്ങാൻ തന്നെയും തന്റെ മുത്തശ്ശിയെയും അമ്മയെയും ശബരിമലയിലെത്താൻ സഹായിച്ചതടക്കം ഈ പത്മകുമാർ സാറാണ്. വാസു സാർ എന്നും വിശ്വാസികളെ തോൽപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. പത്മകുമാർ സാർ സമസ്താപരാധം അയ്യപ്പനോട് പറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യട്ടെ. ഹൈക്കോടതി ക്ഷമിക്കില്ല, അയ്യപ്പന്മാർ ക്ഷമിക്കില്ല. പക്ഷേ ഈ മുതിർന്ന പ്രായത്തിൽ പത്മകുമാർ സാറിനോട് അയ്യപ്പൻ ക്ഷമിക്കട്ടെ, സ്വാമി ശരണം എന്ന് പറയുകയാണ് രാഹുൽ ഈശ്വർ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായിട്ടുള്ള എ പത്മകുമാറിനെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തിരുന്നു. 14 ദിവസത്തേക്കാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. കനത്ത സുരക്ഷയിൽ കഴിഞ്ഞ ദിവസം രാത്രി 8:30 കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിയായിട്ടുള്ള സി മോഹിതിന്റെ തേവള്ളിയിലെ വസതിയിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് പത്മകുമാറിനെ എത്തിച്ചത്. നടപടി പൂർത്തിയാക്കി തിരുവനന്തപുരത്തുള്ള പ്രത്യേക ജയിലിലേക്ക് പത്മകുമാറിനെ മാറ്റുകയും ചെയ്തു. ശബരിമല ശ്രീകോവിലിലെ വാതിൽ കട്ടിളപ്പടിയിലെ സ്വർണ്ണക്കവർച്ചയിലാണ് 8ാം പ്രതിയായിരുന്ന CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ കോന്നിയുടെ MLA പത്മകുമാറിന്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. SIT നൽകിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ ആറന്മുളയിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ പത്മകുമാറിനെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് SP ശശിധരന്റെ നേതൃത്വത്തിൽ ഏകദേശം 5 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമായിരുന്നു അറസ്റ്റിലേക്ക് എത്തിയത്. തുടർന്ന് പോലീസ് അകമ്പടിയിൽ ദേഹപരിശോധനയ്ക്കായിട്ട് ജനറൽ ആശുപത്രിയിൽ എത്തിച്ച പത്മകുമാർ എല്ലാം അയ്യപ്പൻ തീരുമാനിക്കുമെന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. കട്ടിളപ്പടിയിലെ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലാകുന്ന 6ാമത്തെ ആളാണ് എ പത്മകുമാർ. ശബരിമലയിൽ നിന്നും 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ കട്ടിളപ്പടിയിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ സ്വർണം പൂശാനെന്ന പേരിൽ അനധികൃതമായിട്ട് പുറത്തേക്ക് കൊണ്ടുപോയത് അന്നത്തെ ദേവസ്വം ഭരണ സമിതിയുടെ ഒത്താശയോടുകൂടി ആയിരുന്നുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. എന്നാൽ അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവും ദേവസ്വം സെക്രട്ടറിയും അടക്കമുള്ള ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡിന് കൈമാറിയ രേഖപ്രകാരമാണ് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് എന്ന് പത്മകുമാർ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ പത്മകുമാറിന്റെ ഈ വാദങ്ങളെല്ലാം SIT തള്ളിക്കളയുകയായിരുന്നു. ശ്രീകോവിലിന്റെ കട്ടിളപ്പടികളിലും അതിനോട് ചേർന്ന പ്രഭാമണ്ഡലത്തിലും 1998 വിജയ് മല്യയുടെ സ്പോൺസർഷിപ്പിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്ന് പ്രസിഡന്റായിട്ടുള്ള പത്മകുമാറിനും അന്നത്തെ ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള KP ശങ്കർദാസിനും N വിജയകുമാറിനും അറിവുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. KP ശങ്കർദാസിന്റെയും N വിജയകുമാറിന്റെയും അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ഇരുവരോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അയ്യപ്പനോട് കളിച്ചവർക്ക് അയ്യപ്പൻ തന്നെ മറുപടി നൽകട്ടെ, പത്മകുമാർ സാറിനോട് അയ്യപ്പൻ ക്ഷമിക്കട്ടെ എന്ന് രാഹുൽ ഈശ്വർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് ജനറൽ ആശുപത്രിയിൽ എത്തിച്ച ദേഹപരിശോധനയ്ക്കകത്ത് എത്തിച്ച പത്മകുമാർ അപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാം അയ്യപ്പൻ തീരുമാനിക്കുമെന്ന്. എല്ലാം അയ്യപ്പൻ തീരുമാനിച്ചു സഖാവെ.
ആ അയ്യപ്പന്റെ തീരുമാനമാണ് താങ്കൾ ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ജയിലിൽ കഴിയുന്നത്. താങ്കൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും അയ്യപ്പൻ ആരെയും പിടിക്കാതിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ പിടിച്ചവർക്കൊന്നും ജയിൽ തരാതിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. നിങ്ങൾ ഉപ്പ് തിന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വെള്ളം കുടിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷവും നിങ്ങൾ ഓരോരുത്തരും, അത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പൊറ്റിയാണെങ്കിലും മുരാരി ബാബു ആണെങ്കിലും സുധീഷ് ആണെങ്കിലും എൻ വാസു ആണെങ്കിലും പത്മകുമാർ ആണെങ്കിലും ഇല്ല ശങ്കർദാസും വിജയനും ഒക്കെ ആണെങ്കിലും, ഇനി ഇതല്ല കടകംപള്ളി സുരേന്ദ്രനോ പിണറായി വിജയനോ അടക്കമുള്ളവർ ഇതിനകത്ത് പങ്കുണ്ടെങ്കിൽ എല്ലാവരും ജയിലിലേക്ക് എത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള ഉത്തമമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് എൻ വാസുവും ഇപ്പോൾ ഇതാ CPM-ന്റെ ജില്ലാ നേതാവായിട്ടുള്ള പത്മകുമാറും അറസ്റ്റിലായി ജയിലിലേക്ക് എത്തിയത്. ഇനി വരാനുള്ളത് കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രനെ കൂടി ചോദ്യം ചെയ്യുന്നതോടുകൂടി കടകംപള്ളി സുരേന്ദ്രന്റെ ഇതിനകത്തുള്ള പങ്ക് കൂടി വ്യക്തമാകും. ആ പങ്ക് കൂടി വ്യക്തമായാൽ അദ്ദേഹത്തിനും ജയിൽ ഒരുക്കി കൊടുക്കും SIT. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കടകംപള്ളി സുരേന്ദ്രനിലും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് മുകളിലോട്ടും ആൾക്കാരുണ്ട്, അവരിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് വരുമ്പോൾ ഇനി ആരിലേക്കാണ് എത്തപ്പെടേണ്ടത്? മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കോ? അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും അന്വേഷണം എത്തും. ആ അന്വേഷണത്തിന്റെ അവസാനം എന്തായിരിക്കും വരാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണുക.